എല്ലാ യൂട്യൂബിലെ ഫ്രണ്ട്സുകൾക്കും കണ്ണൂർക്കാരനായ വനാസ്കാൻ്റെ പ്രാവിനെ പറ്റിയിട്ടുള്ള പുതിയ വീഡിയോ ആണ്. ഞാൻ ഇന്നലെ 3 ആൺപ്രാവിനെ കാണിച്ചിട്ട് നിങ്ങളോട് സംസാരിച്ചിരുന്നു. അപ്പോൾ ആ സംസാരിച്ചത് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട് 3 പെമ്പ്രാവിനെ കൊണ്ടുവരും, നല്ലൊരു സബ്ജവർഗത്തിൽപ്പെട്ട പ്രാവുകളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ എനിക്ക് 2 സബ്ജവർഗത്തിൽപ്പെട്ട 2 പ്രാവുകളെ പെമ്പ്രാവിനെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസാണ് പറയുന്നത്. സബ്ജകളെ നമ്മളിപ്പോൾ കാണിച്ചു തരാം. മഞ്ഞക്കണ്ണിലാണ് 2 സബ്ജകൾ. ഒന്ന് കടും മഞ്ഞയാണ് സബ്ജകൾ. അപ്പോൾ അതിൻ്റെ ചിറകിനെ പറ്റിയിട്ടുള്ള സംസാരിക്കാം. ചിറക് എങ്ങനെയാണ് എന്നൊക്കെ സംസാരിക്കാം. ഇത് നമ്മൾ ആദ്യം പണ്ടുള്ള ആൾക്കാർ പോറ്റുന്ന നാടൻ സൈസിലുള്ള പറവപ്രാവാണ്. ഇത് ചെറിയ ഇതിലുള്ള പ്രാവാണ്. ഇത് പിന്നെ ഇതിൻ്റെ കണ്ണ് നല്ല കണ്ണാണ്. കണ്ട കണ്ണിൻ്റെ ഇത് കണ്ട കണ്ണെന്ന് വെച്ചാൽ 3 റിങ്ങാണ് ഈ കണ്ണിനുള്ളത്. ഒന്ന് കൃഷ്ണമണിൻ്റെ അടുത്തൊരു ലൈറ്റ് മഞ്ഞ വീഴാണ്. പിന്നെ അതിൻ്റെ ഇതിൽ ഒരു ചുവന്ന ലൈറ്റ് കട്ടി ചുവപ്പ് ഇത് റൗണ്ട്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുത്തായിട്ട് അങ്ങനെ 3 ഇതുള്ള പ്രാവാണ്. നല്ല കുട്ടികളിറങ്ങുന്ന പ്രാവാണ്. കണ്ടം വാലാണ് ഇതിൻ്റെ. കണ്ടോ ഈ വാലിങ്ങനെ നിൽക്കുന്നതുണ്ടോ? നല്ല പറവശേഷിയുള്ള പ്രാവാണ്. ലോങ് ഡിസ്റ്റൻസുള്ള പ്രാവാണ്. നല്ല ലോങ്ങായിട്ട് പറക്കും, വെലിഞ്ഞ് പറക്കും കേട്ടോ, വെലിഞ്ഞ് പറക്കും. പിന്നെ ഇതിൻ്റെ ചിറക് കണ്ടോ? ഇതിൻ്റെ ചിറക് കുറച്ച് താണ് പ്രാവിൻ്റെ ചിറക് കണ്ടാൽ മനസ്സിലാവും. കുറച്ച് താണ് പറവയെന്ന്, എന്നാലും ഒരു മീഡിയം ഹൈറ്റിലൊക്കെ കയറും. കാരണം ഇതിൻ്റെ അച്ഛനമ്മ അച്ഛൻ നല്ല ഹൈ ഫ്ലയറും ഫ്ലയറിൻ്റെ ചിറകാണ്. പക്ഷേ ഇതിൻ്റെ അച്ഛൻ ഹൈ ഫ്ലയർ ആയിരിക്കണം. അപ്പോൾ അവർക്ക് നന്നായി ഹൈറ്റിൽ കയറുന്നതുകൊണ്ട് അവർ ഒരു മീഡിയം ലെവലിൽ പറക്കുന്ന പ്രാവിൻ്റെ പെൺപ്രാവിനെയോ ആൺപ്രാവിനെയോ ഇട്ട് ജോഡാക്കിയതിന് ശേഷം ഇറങ്ങിയ പട്ടേന്ന്. അപ്പോൾ അതുകൊണ്ട് ഇത് അത്ര ഹൈറ്റിൽ കയറില്ല. പക്ഷെ നല്ല ഹൈ ഫ്ലയറിൻ്റെ ചിറകാണ്. പക്ഷേ ചിറക് പിന്നെ താണ് പറക്കുന്ന പ്രാവിൻ്റെ ചിറകും ഉണ്ട്. അതുകൊണ്ട് ഇത് ഒരു മീഡിയം ലെവലിലേ പറക്കും. കുറച്ച് കയറും, കുറച്ച് താണ് പറക്ക് ചെയ്യുക. പിന്നെ ആദ്യം കുറച്ച് കയറും, പിന്നെ താണ് പറവേ ഉണ്ടാക്കാൻ. അതിൻ്റെ കാലെല്ലാം പിന്നെ കാല് പിന്നെ എല്ലാം ബ്രൗൺ നൊകാന്ന് എല്ലാം ഒരേ ബ്രൗണാണ്. നമ്മൾ ഇന്നലെ ഫസ്റ്റ് കാണിച്ചെന്ന് പുള്ളിപ്രാവില്ലേ, അതിനേക്ക് ഇടാമെന്നാണ് വിചാരിക്കുന്നു കേട്ടോ. ഇതാണ് ഇതിൻ്റെ ചിറക് കേട്ടോ. ഓക്കെ, പിന്നെ അടുത്ത പ്രാവിനെ കാണിച്ചു തരാം. അടുത്ത പ്രാവ് ഭയങ്കര ജെർക്കിങ്ങുള്ള പ്രാവാണ്. ഇട്ട് കഴിഞ്ഞാൽ അപ്പം പറക്കും. നമ്മൾ ചിറക് മുറിക്കലില്ല പ്രാവിൻ്റെ, കൊണ്ടാന്നാലും ചിറക് മുറിക്കലില്ല. നമ്മൾ ഇങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്യലാണ്. നമ്മൾ ഒരു പ്രാവിൻ്റെയും ചിറക് മുറിക്കലില്ല. ഇത് ഭയങ്കര ജെർക്കിങ്ങുള്ള പ്രാവാണ്. ഇതും നാളെ നമ്മളെ പഴയ ലൈനേജ് എന്ന് പറഞ്ഞാൽ പണ്ടുള്ള ആൾക്കാർ പോറ്റിയ ലൈനേജിൽപ്പെട്ട പ്രാവാണ്. ഇത് കാറ്റിറക്കാണ്. നല്ല കാറ്റത്തും ഇതെല്ലാം നല്ല പറക്കുന്ന പ്രാവാണ്. ഇതും അതേപോലെ ഹൈ ഫ്ലയറും പിന്നെ മീഡിയം ലെവലിൽ പറക്കുന്ന പ്രാവിനെയും ജോഡാക്കിയിട്ട് ഇറങ്ങിയ കുട്ടിയാണ് കേട്ടോ. ഇത് മഞ്ഞക്കണ്ണാണ്. ലൈറ്റ് മഞ്ഞക്കണ്ണിൽ കറുപ്പ് ഇതിൽ കണ്ണിൻ്റെ ഇതിൽ ചുറ്റും ലൈറ്റ് മഞ്ഞ തരിയും, അതിൻ്റെ മുകളിലായിട്ട് കട്ടി മഞ്ഞയിൽ തരിയുമാണ് ഉള്ളത്. നല്ല കുട്ടികളിറങ്ങും, കുട്ടികളെല്ലാം പറക്കുകയും ചെയ്യും. ആ തോതിലുള്ള പ്രാവാണ്. ഇതിൻ്റെ ബാല് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ ഇതും കുറച്ച് അത്ര ബലിയില്ല. ഇത് കണ്ട ചെറിയ കുറച്ച് വിടുത്തുന്നുണ്ട്, അത്ര ബലിയില്ല. നമ്മൾ തൂക്കം തന്നെ പറക്കുന്ന പ്രാവാണ്. ഇതിൻ്റെ കാലുകൾ എല്ലാം ഒറ്റ ഇരിപ്പിൻ്റെ പ്രാവാണ്. എല്ലാം നഖമെല്ലാം ഒരേ കളറാണ് കേട്ടോ. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. പിന്നെ നമുക്ക് വേറൊന്നും പറയാനുള്ളത്, നമ്മൾ പിന്നെ
പ്രാവിനെ പോറ്റുമ്പോൾ നമ്മളിപ്പോഴും ചില ആൾക്കാർ മറ്റേ കൂട്ടിലിട്ട് പോറ്റുന്ന ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ ബാർപ്പിൻ്റെ മുകളിൽ നിന്ന് പോറ്റുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ബാർപ്പിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ പരമാവധി അത് പൊടികളെല്ലാം തിന്നും. പക്ഷെ എന്നാലും നമ്മൾ കുറച്ച് മറ്റേ സാധാ ചുവന്ന മണ്ണും വെണ്ണൂറ് അല്പം എടുക്കുക, മിക്സ് ചെയ്യുക. എന്നിട്ട് അത് മിക്സാക്കിയിട്ട് വേണമെങ്കിൽ ഇഷ്ടികപ്പൊടി, വെണ്ണൂറ്, സാധാ കളിമണ്ണില്ല, കളിമണ്ണ് പോലത്തെ ചുവന്ന മണ്ണ്, അത് കല്ലെല്ലാം എടുത്ത് മാറ്റിയിട്ട് അത് പെരക്കിയിട്ട് കൊടുക്കണം. കൂടിൽ നമ്മൾ ഏത് കൂട്ടിലും കോരി ചെറിയ പാത്രത്തിലാക്കി വെച്ച് കൊടുക്കണം. പിന്നെ അതേപോലെ നമ്മൾ മറ്റേ കടനാക്ക് എന്നൊരു സംഭവമുണ്ട്, ലവ് ബേർഡ്സെല്ലാം കൊടുക്കുന്നതാണ്. അത് എല്ലാ കൂട്ടിലും ഓരോ കഷ്ണം ഇട്ട് കൊടുത്താൽ മതി. അത് മിക്സ് ചെയ്യണ്ട അതിനൊന്നും, അത് ഓരോ പീസായിട്ടേ വരാം. അത് ഓരോ കൂട്ടിലും ഓരോന്ന് ഇട്ട് കൊടുക്കണം. അത് തനിയെ കൊത്തി കൊത്തി തിന്നോളാം. അത് എഗ്ഗ് ഇടാനുള്ള നല്ല റിസൾട്ടാണ്. അതേപോലെ ഈ മറ്റേ പിന്നെ വെണ്ണൂറ് പൊടിയും കളിമണ്ണെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരെ വായ്പുണ്ണ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒഴിവായി പോകും, ഇതെല്ലാം പോകും. പിന്നെ മാസത്തിൽ ഒരാഴ്ചക്ക് ഒരു പ്രാവശ്യം മഞ്ഞൾ വെള്ളം കൊടുക്കണം. മഞ്ഞൾ വെള്ളം എന്തായിട്ട് കൊടുക്കണം. പിന്നെ കഫക്കെട്ട്, പ്രാവിന് കഫക്കെട്ട് അതെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ മഞ്ഞൾ, ഇഞ്ചി, പിന്നെ വെളുത്തുള്ളിയില്ല, വെളുത്തുള്ളി തോലെല്ലാം ചൊളിച്ച്, ഇഞ്ചിയും വെളുത്തുള്ളി തോലെല്ലാം ചൊളിച്ച് അത് ചതക്കിയിട്ട് ഇട്ട് കൊടുക്കണം. ചതക്കിയിട്ട് വെള്ളത്തിലിട്ട്, ഇപ്പോൾ ഇന്ന് രാവിലെ കൊടുക്കുന്നെങ്കിൽ വെള്ളം കൊടുക്കുന്നെങ്കിൽ രാത്രി അത് വെള്ളത്തിൽ കലക്കി മഞ്ഞളും വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ ഇത് മഞ്ഞളിൽ കലക്കിയിട്ട് മഞ്ഞളിൽ കലക്കിയിട്ട് രാത്രി വെച്ചിട്ട് രാവിലെ ആ വെള്ളം കൊടുക്കണം. ഒരു 24 മണിക്കൂർ ആ വെള്ളം കൊടുക്കുക. എന്നിട്ട് ഒരു ദിവസം സാധാ വെള്ളം കൊടുത്ത് പിന്നെയും ആ മറ്റേ ദിവസം ഈ പറഞ്ഞ വെള്ളം കൊടുത്ത് അങ്ങനെ 3 പ്രാവശ്യം ഇടപെട്ട് കൊടുത്തിട്ട് 3ാമത്തെ പ്രാവശ്യം നിർത്തുക. പിന്നെ സാധാ വെള്ളവും വിറ്റാമിൻസ് മരുന്നും കൊടുക്കുക. അതിന് ശേഷം എന്നാൽ പരിപൂർണമായിട്ട് തനിയെ പിന്നെ ഒന്നും കൂടി കൊടുക്കണം. തനിയെ ആ കഫക്കെട്ടും അതെല്ലാം പോകുന്നതായിരിക്കും. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ അതുകൊണ്ട് നിങ്ങളെല്ലാവർക്കും ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നാണ്. ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഇനിയിപ്പോൾ നാളെ ഇത് പറഞ്ഞ് നാളത്തേക്ക് ഞാൻ ഉണ്ടാകുമെന്നറിയില്ല. അതുകൊണ്ട് ഞാൻ അള്ളാഹനെ മുൻകൂട്ടി പറയും ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം എന്ന് പറയുന്നതാണ്. ഓക്കെ, എല്ലാവരോടും നന്ദി, വണക്കം.